അപ്പം നമ്മൾ വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോകാൻ പോവാണ്. അവിടെ ചായ കുടിച്ചിട്ട് എടുത്ത ചൊല്ലിയല്ലോ. അപ്പം നമുക്ക് കാർ എടുത്തിട്ട് പുറത്തേക്ക് പോവാം. പിന്നെ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചീറ്റ് കോഡ്സും പറഞ്ഞുതരാൻ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകാൻ പോണത് നമ്മളെ അപ്പുറത്തെ സിറ്റിക്കാണ്. ആ സിറ്റി കുറച്ച് ദൂരം ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു തള്ളനടിച്ചിട്ടിട്ടുണ്ട്. എന്താ ബൈക്കും ചമ്പി കേസാവൂ. ചെറിയൊരു വീടുണ്ട്. എൻ്റെ ലൊക്കേഷൻ വരുന്നത് സിറ്റിക്ക് ലാസ്റ്റ് ഭാഗമായിട്ടുള്ള ടണലിൻ്റെ അവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഡോറൊക്കെ പൊട്ടിക്കണ്, ഫുൾ പൊട്ടിക്കണ് വണ്ടി. ഞാനിപ്പോൾ വിചാരിക്കുകയാണ് ഇത്രയും ദൂരമുള്ളതല്ലേ ഹെലികോപ്റ്ററിൽ പോയാലോ എന്ന് വിചാരിക്കുകയാണ്. ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കൂടെ ചീറ്റ് കോഡ്സും പറയുന്നു. ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡ് സാധാ ഹെലികോപ്റ്റർ ആണെങ്കിൽ 8000. പോലീസ് ഹെലികോപ്റ്റർ ആണെങ്കിൽ 8001. ഇപ്പം ഞാൻ പോലീസ് ഹെലികോപ്റ്റർ എടുക്കണത്. നമ്മൾ ആ സിറ്റിയിലേക്ക് പോകാൻ പോവുകയാണ്. ട്രെയിൻ പാളം നോക്കി പോയാലും മതി അങ്ങോട്ട്. അങ്ങനെ പോകുമ്പോൾ വേഗം എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേഗം എത്താൻ പറ്റില്ല. കുറേ ടൈം എടുക്കുന്നുണ്ട് ഗായ്സ്. ഇവിടുന്ന് അങ്ങോട്ട് ബൈക്ക് പോവാന്നാണ് ഞാൻ വിചാരിക്കണത്. പക്ഷെ ടണലിൽ കൂടെ ബൈക്ക് പോയാൽ എന്തായാലും ടണലിൽ വെച്ചെടുക്കും. സിറ്റി എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് കാറിൽ പോവാം. ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ചെറുതായി ഒന്ന് തലയിടിച്ചിക്കണ്, മനസ്സില്ല. പിന്നെ ഞാൻ പുതിയൊരു കാറ് വന്നിട്ടുണ്ടായിരുന്നു, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കാർ. ആ കാറിൻ്റെ ചീറ്റ് കോഡ് 1#. ചെറുതായി ഒന്ന് മുന്തിക്കണം, പരസ്യം വന്ന്. ഇതാണിപ്പോൾ കാറ് ഗൈസ്. കാർ ഇഷ്ടപ്പെട്ട ചെറിയ ചീറ്റ് കോഡുള്ളൂ, കണ്ട. ഹസാർഡസ് ലൈറ്റൊക്കെ കറക്റ്റായി കത്തുന്നുണ്ട്.
ഈ കാറിനൊന്നും പറ്റൂല പ്രത്യേകിച്ച്. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ചെറിയൊരു പണിയുണ്ട്. നമ്മൾ പോലീസിനെ വരിപ്പിക്കാൻ പോവാണ്. എന്തൊരു കോള് വരുന്നുണ്ടല്ലോ. ഹലോ, റേറ്റ് അടിക്കണ്ട. മറ്റേ സിറ്റിയിലാണോ? ആടാ, മറ്റേ സിറ്റിയിലാണ് ഞാൻ, അപ്പുറത്തെ സിറ്റിയില്. ആ പിങ്ക് ഡ്രസ്സിട്ടുള്ള വന്നു. എന്നാ ശരി. ശരി. അപ്പൊ അവള് ബായ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഞാൻ കൊല്ലാൻ വിചാരിച്ച ആളെ തന്നെ കൊല്ലണം എന്നാണ്. ഓളാണോ? ഓള് തീർത്തേക്കാം. എന്നോട് അതാവണം ഓളെന്നെ. പക്ഷെ പോലീസ് വരൂലേ, അതെനിക്ക് പേടി. ഇത്ര വീട്ടും കൊള്ളണില്ലല്ലോ. ഇപ്പൊ തന്നെ ഹെലികോപ്റ്റർ എടുക്കട്ടെ. പോലീസ് ഹെലികോപ്റ്റർ എടുക്കാം, അല്ലെങ്കിൽ ഉണ്ട് ടാങ്ക് എടുക്കാം. ടാങ്കിന് ചുരുക്കോട് 4040. പോലീസ് ജീപ്പൊക്കെ വന്നിക്കണ്. ഒന്ന് പോടാ, എന്നൊക്കെ അയക്ക് വേടി. മൊത്തം പൊട്ടിയില്ലേ? ഇടിച്ചുണ്ട്. ഒന്നും വെക്കാൻ പോലും പറ്റൂല. ഇത് ഒരു കുത്തുണ്ടായിരുന്നെങ്കിൽ അല്ലേ. പേടിയാവുണ്ടിട്ടാ. സ്റ്റാർ പോയിട്ടില്ല. ഒന്നതവിടെ മറിഞ്ഞു കളിക്കണുണ്ട. കടലിയോഴും തോന്നുന്നു. അങ്ങോട്ട് പോയേക്ക. അങ്ങോട്ട് പ്രത്യേകിച്ച് വണ്ടികളൊന്നും വരുന്നില്ല. അവിടെ കത്തിക്കെടുക്കാണ്. ഇതൊക്കെ ഒരു ഐഡിയ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലായിട്ടില്ലെങ്കിൽ. പോലീസുകാരൊക്കെ പോയല്ലോ, മൊത്തം പോയി. ഓ, സമാധാനമായി. ബായിനെ വിളിച്ച് പറയാ. ഹലോ ബായ്, പറഞ്ഞ പോലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നാ ശരി. നമുക്കിനി സിറ്റിക്ക് തിരിച്ചു പോകണം. പോണെന്ന് വ്യത്യസ്തമായിട്ടുള്ള മലയൊക്കൊന്ന് കയറി നോക്കിയാലോ. കേറണോ? കേറി നോക്കാം. മലല്ലേ അത്? ബിൽഡിങ്ങല്ലേ? ബിൽഡിങ് എന്തായാലും കേറി വെക്കാം. അല്ലെങ്കിൽ വേണ്ട, ജെറ്റെടുത്ത് പോവാ. ഏകദേശം ആ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് എത്താനായിക്കണ്.
ആ ബിൽഡിങ് എന്ത് രസമാണ്. അവിടെ മൊത്തം നല്ല രസമുള്ള ബിൽഡിങ്ങുകളാണ്. ഇവിടെ ലാൻഡ് ചെയ്യാം. ഇതെന്താണ്? എന്താണ് ഒന്നും മനസ്സിലാവണില്ലല്ലോ.